VHPയുടെയോ ഈ ട്രസ്റ്റിൻ്റെയോ കളിയല്ല. ഇത് കേന്ദ്രം മറുപടി പറയേണ്ട കാര്യമാണ്. ഈ ക്ഷേത്ര ട്രസ്റ്റിൽ PMO ഓഫീസിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട് ഇപ്പോഴും. അപ്പോൾ അയാൾ അറിയാതെയാണ് ഈ മോഷണമൊക്കെ നടന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ട്രസ്റ്റ് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിനോടാണ്. PMO ഓഫീസാണ് ഈ ട്രസ്റ്റ് നിർമ്മാണത്തിലുള്ള മുൻകൈ എടുത്തത്. PMO ഓഫീസിൻ്റെ ഒരു എക്സ് ഒഫീഷ്യോ അംഗമായിട്ട് ട്രസ്റ്റിൽ ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്. ഈ ടെമ്പിൾ നിർമ്മാണ കമ്മിറ്റി, ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു മുൻ IAS ഉദ്യോഗസ്ഥനാണ്. അതും കേന്ദ്ര സർക്കാർ വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ചുമ്മാ കുറേ VHPക്കാരുണ്ടാക്കിയ ട്രസ്റ്റ് അല്ല. അതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി എന്നതിൽ ചമ്പത്രായി VHP വന്നു എന്നല്ലാതെ ഇതിൽ UP സർക്കാരിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗമുണ്ട്. UP സർക്കാരിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗമുണ്ട്. ഒരു മുൻ IAS ഉദ്യോഗസ്ഥനുണ്ട്. PMO ഓഫീസിൽ നിന്നൊരു IAS ഉദ്യോഗസ്ഥനുണ്ട്. അപ്പോൾ ഇതൊരു പബ്ലിക് മാറ്ററാണ്. ഇത് കേവലമായത് ഒരു പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ മാറ്റർ അല്ല. ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റേ അല്ല, ഇതൊരു പബ്ലിക് ട്രസ്റ്റാണ്. ഇതിൽ സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. മോദി ഇതുവരെ എന്തെങ്കിലും പറഞ്ഞത് കേട്ടോ നിങ്ങൾ? 2 ലോക്സഭാ സീറ്റിൽ നിന്ന് 82 സീറ്റിലേക്കും പിന്നീട് ഇന്ന് കാണുന്ന കേവല ഭൂരിപക്ഷത്തിലേക്കും 3 സർക്കാർ തുടർച്ചയായി ഭരിക്കാൻ BJP എന്ന പാർട്ടിക്ക് വഴിയൊരുക്കി കൊടുത്തത് ഈ ശ്രീരാമനാണ്, ഈ ശ്രീരാമക്ഷേത്രമാണ്. എന്നിട്ട് അവിടെ ഇത്രയും വലിയ മോഷണം നടന്നിട്ട് മോദി വല്ലതും പറഞ്ഞോ? BJP അധ്യക്ഷൻ എന്താ നബീനോ എന്തെങ്കിലും പറഞ്ഞോ? നിതിൻ നബീൻ. അമിത്ഷാ വല്ലതും പറഞ്ഞോ? VHPയുടെ അലോക് കുമാർ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും അന്വേഷിക്കണം, ചമ്പത്രായെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതല്ലാതെ വേറെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, അവരാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഈ മോഷണം നടന്നത് ആരൊക്കെ അറിഞ്ഞിട്ടാണ്? ചമ്പത്രായ അറിഞ്ഞിട്ടാണെന്ന് ഇപ്പോൾ വ്യക്തമാണ്. കാരണം ചമ്പത്രായുടെ ഡ്രൈവറാണ് പ്രതിപട്ടികയിലുള്ളത്. ഡ്രൈവർ എങ്ങനെയാണ് ക്ഷേത്രത്തിനകത്തുള്ള കാര്യങ്ങളിൽ, ചമ്പത്രായുടെ ഡ്രൈവർ എങ്ങനെയാണ് ക്ഷേത്രത്തിനകത്തുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുക? അത് ചമ്പത്രായ അനുവദിക്കുന്നതുകൊണ്ടാണ്. ചമ്പത്രായ്ക്ക് അവിടെ അധികാരമുള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണം ചമ്പത്രായിലേക്ക് എത്തുകയും VHPയിലേക്ക് എത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഞാൻ വിചാരിക്കുന്നില്ല അത് ചമ്പത്രായ ഒറ്റയ്ക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണെന്ന്. കാരണം 2020 ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി കൊടുത്തിരുന്നു. അവിടെ 13,000 കോടി രൂപ സംഭാവനയായിട്ട് വന്നിട്ടുണ്ട്. ഈ 3,000 കോടി രൂപ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവിടെ ഇല്ല എന്ന് അവിടുത്തെ ആ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഓഡിറ്റർ ഫ്ലാഗ് ചെയ്തു. 3,000 കോടി കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ വളരെ അൺപ്രൊഫഷണലായിട്ടാണ് ഈ പണം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ VHP പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ വീട് വിടാന്തരം കയറി ഇറങ്ങി പണം പിരിച്ചു, ഞങ്ങൾ ആരുടെ ഇതും പണമായി സ്വീകരിച്ചിട്ടില്ല, എല്ലാം ചെക്കായിട്ടാണ് സ്വീകരിച്ചത്. കാരണം അത് കറക്റ്റായിട്ട് അതിൻ്റെ അക്കൗണ്ടിങ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്, ക്യാഷായിട്ട് സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. ഈ ക്യാഷ് 3,000 കോടി രൂപയുടെ സംഭാവന വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം അവിടെ ഇല്ല എന്ന് ഓഡിറ്റർ ഫ്ലാഗ് ചെയ്തത് 2020 ഈ 2026 ആകുമ്പോഴും അതേ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ പ്രതിനിധി അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഇക്കാര്യം ആ പ്രതിനിധി പ്രധാനമന്ത്രി അറിയിച്ചില്ലേ? ഭയങ്കര പ്രൊഫഷണലാണ്, 24/7 ജോലി ചെയ്യുന്ന ആളാണ്. ആകെ 3 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ എന്ന് പറയുന്ന പ്രധാനമന്ത്രി രാമജന്മഭൂമി ക്ഷേത്രം പോലുള്ള വളരെ സെൻസിറ്റീവായ, RSSനെയും BJPയും സംബന്ധിച്ച് വളരെ സെൻസിറ്റീവായ ഒരു കാര്യത്തിൽ ഇത്രയും വലിയ അൺപ്രൊഫഷണലായിട്ടുള്ള ക്രമീകരണമാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞാൽ പ്രധാനമന്ത്രി ഇടപെടില്ലേ? അതങ്ങനെ പോയാൽ മതി എന്ന് പ്രധാനമന്ത്രി തോന്നി കാണും. അങ്ങനെയെങ്കിൽ ഈ ഇപ്പോൾ പോയിട്ടുള്ള 200 കോടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ അതിൻ്റെ ഹോം പേജ് തന്നെ എന്താണെന്ന് വെച്ചാൽ കോൺട്രിബ്യൂട്ട് ഹിയർ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്തൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുന്നുള്ളൂ. നമ്മൾ ആ വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ കോൺട്രിബ്യൂഷനാണ്. ലോകം മുഴുവൻ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പൈസ വരും. ഈ പൈസയൊക്കെ എങ്ങനെയാണ് ചിലവഴിച്ചത്, അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ അക്കൗണ്ടിലേക്കാണ് എന്നൊന്നും പ്രധാനമന്ത്രിക്ക് അറിയാൻ ആഗ്രഹമില്ലേ? അതല്ല ഇതും PM കെയർ ഫണ്ട് മാതിരി പൊതുജനം അറിയേണ്ടാത്ത പരിപാടിയാണ് എന്നാണോ പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്? അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നില്ല അത് ചമ്പത്രായി ഒറ്റയ്ക്കാണ് ഇത് കട്ടുകൊണ്ട് പോയത്, അല്ലെങ്കിൽ ചമ്പത്രായി മാത്രം മനസ്സറിഞ്ഞാണ് ഇത് പോയത് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ വലിയ കൊള്ളയാണ്. നോട്ട് നിരോധിച്ച് വലിയ കൊള്ള നടത്തിയ ആളുകൾക്ക് ശ്രീരാമനെ കൊള്ളയടിക്കാനാണോ പാട് എന്ന് എനിക്ക് ചോദിക്കാം.